Hi, my dear students. Welcome to Mathematics online classes. So, we will plus 2 chapter start chapter number 5, Continuity and Differentiability. Nallൊരു chapter ആണ്. നമ്മൾ plus 2 ലോട്ട് വരുമ്പോൾ ഉള്ള ചാപ്റ്റേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമല്ലോ, അവിടെ എല്ലാം കാൽക്കുലസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. എവിടെയൊക്കെ നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ടോ അവിടെയെല്ലാം കാൽക്കുലസ് വരും. കാൽക്കുലസ് എവിടെയൊക്കെ പഠിക്കുന്നുണ്ടോ അവിടെയെല്ലാം ട്രിഗണോമെട്രിയും വരും. അപ്പൊ ഇതെല്ലാം ലിങ്ക് ചെയ്ത് കിടക്കാണ്. അപ്പൊ കാൽക്കുലസിലോട്ട് നമ്മൾ ചുവട് വെക്കുകയാണ്. കണ്ടിന്യൂറ്റി സെക്കൻഡ് ഇയർ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ചാപ്റ്റർ നമ്പർ 5. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ പ്ലസ് 1 പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ കടമെടുക്കുന്നു. ആ ഒരു കാര്യങ്ങൾ ഓർത്തെടുത്താലേ നമുക്ക് ഏത് ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ്, പ്ലസ് 1 പഠിച്ച ലിമിറ്റ് ഒന്ന് ഓർത്തെടുക്കാം. എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുന്നു എഫ് ഓഫ് എക്സ്. അതിൽ ലിമിറ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഇതിന്റെ മീനിങ് എന്താ? എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ, എഫ് ഓഫ് എക്സില് എക്സിന്റെ വാല്യൂ എയോട് അടുക്കുന്നു. എ ആവുന്നില്ല, എയിലോട്ട് അടുത്ത് വരുന്നു. അത് നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ പോയിന്റ് ആണ് എ. ഓക്കെ ആണ്. അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വാല്യൂ, ഇത് എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? എയിലോട്ട് അടുക്കുന്നു. അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം, എയിലോട്ട് എക്സിന്റെ വാല്യൂ അടുക്കുക എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും അടുത്ത് വരാം, റൈറ്റ് സൈഡിൽ നിന്നും അടുത്ത് വരാം. അതായത് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? അടുത്തടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് വരാം, എയിലോട്ട് അടുത്ത് വരുന്നു. അതല്ലെങ്കിലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടുത്ത് വരാം. കാണുന്നുണ്ടോ? അപ്പോ നമുക്ക് എയിലോട്ട് എക്സിന്റെ വാല്യൂ എയിലോട്ട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും അടുക്കാം, റൈറ്റ് സൈഡിൽ നിന്നും എടുക്കാം. അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം there are two limits. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അടുക്കുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും, റൈറ്റ് സൈഡിൽ കൂടിയാണ് അടുക്കുന്നതെങ്കിൽ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ നമ്മള് ലിമിറ്റ് എടുക്കുമ്പോ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. എക്സിന്റെ വാല്യൂ എയിലോട്ട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യാം, റൈറ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യാം. എയിലോട്ട് ലെഫ്റ്റിൽ നിന്നും വരാം, റൈറ്റിൽ നിന്നും വരാം. ലെഫ്റ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും, റൈറ്റിൽ നിന്നാണ് വരുന്നതെങ്കിലോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് of f of x. റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നു? എക്സ് ടെൻസ് ടു എ മൈനസ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോഴോ എക്സ് ടെൻസ് ടു എ പ്ലസ്. അപ്പോ ലെഫ്റ്റിൽ നിന്നും അടുക്കാം, റൈറ്റ് സൈഡിൽ നിന്നും അടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. ഒരു ഫംഗ്ഷന്റെ കേസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രം എയിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇതാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ് പ്ലസ് 1 പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടല്ലോ? ജസ്റ്റ് ഞാൻ റഫ് ആയിട്ടൊന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതിലൊരു 3 റൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റൈസ് ടു എൻ മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0. ഓർക്കുന്നുണ്ടല്ലോ? 3 ഇക്വേഷൻ ഒക്കെ നമ്മൾ ലിമിറ്റില് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ?
ഞാനൊന്ന് എഴുതി കാണിക്കാം. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എൻ എ റൈസ് ടു എൻ മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x equal to 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്തെടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വേണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് പ്ലസ് ടുവിലോട്ട് തിരിച്ചു വരാം. പ്ലസ് ടുവിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ്? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? കണ്ടിന്യൂറ്റി പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടിന്യൂറ്റി പഠിക്കാൻ പോവാം. അതായത് ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്? ഓക്കെ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്? അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഗ്രാഫ് ബേസ് ചെയ്തും പറയാം, രണ്ടാമത്തെ കേസ് ലിമിറ്റ് വെച്ചും പറയാം. ഓക്കെ, അതിനാണ് ഞാൻ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്തത് ഒന്ന് ഓർത്തെടുത്തത്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് ഗ്രാഫ് വെച്ചും റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലിമിറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഗ്രാഫ് വെച്ച് നോക്കാം. അതിനുവേണ്ടി എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 when x less than or equal to 0, 2 when x greater than 0. അപ്പൊ ഞാനൊരു ഫംഗ്ഷൻ എടുത്തു. ഫംഗ്ഷൻ രണ്ട് വാല്യൂ ഉണ്ട്. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ 0യോ 0യേക്കാൾ ചെറുതോ ആണെങ്കിൽ +1 എടുക്കുക, 0യേക്കാൾ കൂടുതലാണെങ്കിൽ +2 എടുക്കുക. അതായത് നെഗറ്റീവ് നമ്പറോ 0 ആണെങ്കിൽ 1, പോസിറ്റീവ് നമ്പർ ആണെങ്കിലോ 2. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? എന്ത് വരയ്ക്കണം? എക്സ് ആക്സിസ് വരയ്ക്കണം. ദെൻ എന്ത് വരയ്ക്കുക? y ആക്സിസ് വരയ്ക്കുക. ഓക്കെ, y ആക്സിസിൽ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്, 1ഉം 2. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഓർത്താൽ മതി. സിമ്പിൾ ആയിട്ട് പറയാം. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ പോസിറ്റീവ് വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ y ഈക്വൽ ടു എന്തെന്ന് വരുന്നു? 2. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ y ഈക്വൽ ടു എന്തെന്ന് വരുന്നു? 2. ഓക്കെ ആണ്. ഇങ്ങനെ വരുമ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലസ് 1 പഠിച്ചിട്ടുള്ളതാണ് y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്, പാരലൽ ടു x ആക്സിസ്. y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അത് x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ഇക്വേഷൻ ആണ്. നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? y ലെ 2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ, അവിടുന്ന് x ന് പാരലൽ ആയിട്ട് വരയ്ക്കണം. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ, സോ ഗ്രാഫ് എങ്ങോട്ട് വരയ്ക്കുക? റൈറ്റ് സൈഡിലോട്ട് വരച്ചു. ഓക്കെ ആണ്. ഇനി എക്സിന്റെ വാല്യൂ 0 വരുമ്പോ വാല്യൂ 2 ആണോ? അല്ല, മോർ ദാൻ 0 ആകുമ്പോഴത്തേക്കാണ് വാല്യൂ 2. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബബിള് കൊടുക്കണം. അപ്പൊ ഈ വാല്യൂ എന്തല്ല, ഇതിന്റെ അകത്ത് വരില്ല. അത് കഴിഞ്ഞുള്ള വാല്യൂസ് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അപ്പൊ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് വരുവാടാ? 1. 1 ആകുമ്പോ എന്ത് ചെയ്യണം? ഇതാണ് പോയിന്റ് 1 അല്ലെ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരയ്ക്കണം. നെഗറ്റീവ് വാല്യൂസ് കിട്ടണമെങ്കിൽ ലെഫ്റ്റിലോട്ട് വരയ്ക്കണം. ഇനി 0 വരുമ്പോ എക്സിന്റെ വാല്യൂ 0 വരുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാ? 1. ഇപ്പോ ഇവിടെ ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോ, ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോ ഒറ്റ ഇതിൽ വരയ്ക്കാൻ പറ്റും? മീൻസ് പേന ലിഫ്റ്റ് ചെയ്യാതെ നമുക്കിത് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ വരയ്ക്കുക? ഇവിടെ തൊട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ ആണ്. ഇനി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് പേന ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചുകൊണ്ട് അപ്പൊ ഇവിടെ എന്ത് വന്നു? ഒരു ബ്രേക്ക് വന്നു അല്ലെ. നമ്മൾ ഗ്രാഫ് വരച്ചു വരികയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? പേന ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് വന്നു. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ബ്രേക്ക് വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഗ്രാഫിക്കലി നമ്മൾ ഇത് തെളിയിക്കാൻ പറഞ്ഞാൽ ഇതോർത്ത് വെച്ചിരുന്നാൽ മതി. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് എങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ, പേന ലിഫ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ചെയ്യാനുള്ള സിമ്പിൾ ഒരു മെത്തേഡ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ചൊരു ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓർക്കുന്നുണ്ടല്ലോ. അതിന്റെ ഗ്രാഫ് എന്താ? ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുന്നത്?
ഇങ്ങനെയല്ലേ പോകുന്നത്? ഇവിടെ 1, അപ്പൊ ഇവിടെയും 1. ഇവിടെ 2 ആകുമ്പോ ഇവിടെയും 2. 0 0 ടച്ച് ചെയ്യും. പിന്നെ ഇവിടെ -1 ആകുമ്പോ ഇവിടെ എന്ത് വരും? -1. ഇങ്ങനെയല്ലേ നമ്മൾ ഐഡന്റിറ്റി ഗ്രാഫ് വരയ്ക്കുന്നത്, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ? ഇവിടെ ഞാൻ തുടങ്ങാണേ, ഈ എന്തിനും തുടങ്ങാണ് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചു, പേന ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നോ? അപ്പൊ കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, പേന ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് വരച്ചു പോവാം. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. അപ്പൊ അത് ഏത് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ പേന ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പേന ലിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, പേന എടുത്ത് മറ്റൊരു പൊസിഷനിൽ വെച്ച് വരയ്ക്കേണ്ടി വരികയാണെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ അല്ല? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. അപ്പൊ ഏതൊരു പോയിന്റിലാണോ കണ്ടിന്യൂസ് അല്ലാതാവുന്നത് ആ പോയിന്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് അതിനെന്ത് പറയാം? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ഗ്രാഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ ആണ്. ഇനി ഇതുപോലെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. കേട്ടിട്ടുണ്ടല്ലോ? f of x equal to സ്ക്വയർ ബ്രാക്കറ്റിൽ x എഴുതുന്നു. ഇതിനെ വായിക്കുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. അത് എപ്പോഴൊക്കെ ആയിരിക്കും ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? അതിന്റെ ഗ്രാഫ് ഒന്ന് ഓർത്തെടുത്താൽ മതി. ഒരു സ്റ്റെപ്പ് വൈസ് അല്ലേ പോകുന്നത്? നോർത്ത് നോക്കി. ഇത് x, ഇത് x ഡാഷ്, ഇത് y, y ഡാഷ്, ഇതെന്താണ്? y. അപ്പൊ ഇവിടെ 0 1 2 3. ഇങ്ങോട്ടാകുമ്പോഴോ -1 -2 -3. ഇവിടെ 1 2. ഇവിടെ ഞാൻ -1 -2 എടുക്കുന്നു. നമുക്കറിയാം അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുന്നത്. ഗ്രാഫിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. 1.9 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ എന്താ? 1. 1.99 വന്നാലും എത്ര തന്നെയാ? 1 ആണ്. പക്ഷെ 2 വരുമ്പോ എങ്ങോട്ട് കയറും? 2-ലോട്ട് പോകും. അപ്പൊ എക്സിന്റെ വാല്യൂ 1 തൊട്ട്, ശ്രദ്ധിച്ചേക്കുക, 1 തൊട്ട് 1.999 വരുന്നവരെ എന്ത് തന്നെയാ? 1. അപ്പൊ എക്സിന്റെ വാല്യൂ 1 തൊട്ട് 1.19 എന്ന് പറയുമ്പോ ഈ ഒരു റേഞ്ച് അല്ലേ? ഈ റേഞ്ചിലെല്ലാം വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, പക്ഷെ 2 വരുമ്പോൾ അത് എങ്ങോട്ട് കയറും? 2-ലോട്ട് കയറും. അപ്പൊ 2 ഇക്വലന്റ് ആയിട്ട് ഇവിടെ ബബിൾ ചെയ്യാം. ഇനി നേരെ എങ്ങോട്ട് പോകും? 2-ലോട്ട് പോകും. 3 വരുമ്പോഴോ ബബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ആകുമ്പോ ദാ ഇങ്ങനെ വരും. ഇവിടുത്തെ കേസിലോ ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരയ്ക്കും. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തിരിക്കുന്നു? ബബിൾ ചെയ്തിരിക്കുന്നു. ഈ ഗ്രാഫ് നിങ്ങൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചതാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിച്ചതാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഗ്രാഫ് വരയ്ക്കുന്ന ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? പേന ലിഫ്റ്റ് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കാൻ പറ്റുമോ? ഇവിടെ വരെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോ എന്തായി? ബ്രേക്ക് ആയി. എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ? -1 ബ്രേക്ക് ആയി. ദെൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടം വരെ വരയ്ക്കാം. ഇവിടെ വരുമ്പോൾ ബ്രേക്ക് ആയി. എവിടെ? 0. ദെൻ വീണ്ടും ഇവിടെ വരയ്ക്കുന്നു. എവിടെ ബ്രേക്ക് ആയി? 1. അടുത്തതോ ഇവിടെ വരയ്ക്കാം. എവിടെ ബ്രേക്ക് ആവുന്നു? 2. അപ്പൊ ഓരോ ഇന്റീജർ വാല്യൂസിലും നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂസ് അല്ലാതാവുകയാണ് അല്ലെ? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കട്ടായി പോവാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എവിടെ? ഇന്റീജർ വാല്യൂസിൽ എന്തായിട്ട് മാറുന്നു? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അപ്പൊ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാ? ഓൾ ദി ഇന്റീജർ വാല്യൂസ്. അത് ഏതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു? ഗ്രാഫിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താ? എല്ലാ ക്വസ്റ്റിന്റെ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ക്വസ്റ്റിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. എല്ലാ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ? വാല്യൂ ഒക്കെ എടുത്ത് എക്സിനും വൈക്കൊക്കെ വാല്യൂ എടുത്ത് ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രാഫ് വരച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു മാർഗം നോക്കും, മറ്റൊരു സൊല്യൂഷൻ നോക്കും. അവിടെ നമ്മൾ ചെയ്യുന്ന രണ്ടാമതൊരു സൊല്യൂഷൻ, ഗ്രാഫ് വരച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് സെക്കൻഡ് മെത്തേഡ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് വെച്ച് എങ്ങനെയാണ്? പേന നമ്മൾ ലിഫ്റ്റ് ചെയ്യാതെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റിയാൽ അത് കണ്ടിന്യൂസ്, ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ വെച്ച് പഠിക്കാൻ പോവുക. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ മറ്റൊരു മെത്തേഡ്, ഗ്രാഫ് അല്ലാതെ മറ്റൊരു മെത്തേഡ് പറയാണ്. അതാണ് ഏത് വരുന്നത്? ലിമിറ്റ്. അപ്പൊ എന്തിനാണ് നമ്മൾ ലിമിറ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തത്? പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി
ഓർത്തെടുത്തത് അത് ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കേസായിട്ടാണ് പറയുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ ഫംഗ്ഷനും റിയൽ വാല്യൂ ഫംഗ്ഷൻസ് ആയിരിക്കും. എന്താണ് റിയൽ വാല്യൂ ഫംഗ്ഷൻ? ഡൊമൈനും റേഞ്ചും റിയൽ വാല്യൂസ്. റിയൽ നമ്പേഴ്സ് വരുന്ന ഡൊമൈന് റിയൽ നമ്പർ ആയിരിക്കണം, റേഞ്ചും റിയൽ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ സബ്സെറ്റുകളായിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ വാല്യൂ ഫംഗ്ഷൻസ്. ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ഓർ ഇറ്റ്സ് സബ്സെറ്റ്സ് അങ്ങനെ വരുന്ന ഫംഗ്ഷൻ എന്തെന്ന് പറയാം? റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയാം. അതിന്റെ അകത്ത് ലിമിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി പറയാം. ഒന്ന് എന്റെ റീജിയന് പറയാം, അതായത് എവിടെ തൊട്ട് എവിടെ വരെ ആ കണ്ടിന്യൂസ് കേസിലും എന്താണ് കണ്ടിന്യൂസ് ആണെന്ന് പറയുക. ഓക്കെ, അതല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് പറയുക. അപ്പൊ രണ്ട് കേസായിട്ട് പഠിക്കണം. അപ്പൊ ഒന്നാമത്തെ കേസ് എന്താണ് പറഞ്ഞത്? ഓവറോൾ കണ്ടിന്യൂസ് വരുന്ന കേസും പറയാം, പിന്നെ ഒരു പോയിന്റിലെയും പറയാം. നമുക്ക് ആദ്യം രണ്ടാമത് പറഞ്ഞത് പഠിക്കാം. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ഇങ്ങനെ പറയാം, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ എന്ന് തന്നെ വിചാരിക്കും. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഓക്കെ ആണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് ഈ പറയുന്ന വാല്യൂ, ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് സി ആവുന്ന കേസിൽ ഈ എൻ്റയർ ഡൊമൈനില് ഒരു പോയിന്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു സി. ആ ഒരു പോയിന്റിൽ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം? എഫ് ഓഫ് സിക്ക് ഈക്വൽ ആവണം. ഓക്കെ, അപ്പോ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ? ലിമിറ്റ് പോയിന്റ് സി ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് സി വരും. ഇനി നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മളിപ്പോ ഓർത്തെടുത്തതാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ കേസ് എന്താണ്? ഒരു ഫംഗ്ഷൻ നമ്മുടെ ഡൊമൈനിലെ ഒരു വാല്യൂവിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആ ഫംഗ്ഷനില് ആ വാല്യൂ, ഇപ്പൊ ഞാൻ സി എന്നല്ലേ എടുത്തത്, എക്സ് ഈക്വൽ ടു സിയില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആ ലിമിറ്റ് എന്തിന് ഈക്വലും ആവണം? എഫ് ഓഫ് സിക്ക് ഈക്വലും ആവണം. ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ ആ രണ്ട് ലിമിറ്റും ഈക്വൽ ആവുകയും വേണം. ആ പോയിന്റിൽ ഇപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സ് ഈക്വൽ ടു സിയില് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു സിയിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഈ എടുക്കുന്ന ലിമിറ്റ് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സിയിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോബ്ലം സിമ്പിൾ ഒരു പ്രോബ്ലം തന്നെ ചെയ്യാം. പ്രോബ്ലം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കില് ഈ ചാപ്റ്ററിലെ എക്സാമ്പിൾ 1 ആണ് പറയുന്നത്. അപ്പോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടൊന്ന് എടുത്ത് വെച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാമ്പിൾ 1 പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണോ? എങ്ങനെ ചെക്ക് ചെയ്യാം എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത്? അപ്പൊ ഇവിടുത്തെ കേസില് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഒറ്റ ഫംഗ്ഷൻ ആയിട്ടല്ലേ തന്നേക്കുന്നത്. അപ്പൊ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നോ ആലോചിക്കണ്ട. അങ്ങനെ ആലോചിക്കേണ്ട കേസസ് വരും. അത് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് തരുമ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. കാര്യം എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ തന്നിരിക്കുക? 2x plus 3 എന്ന് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എവിടെ കണ്ടിന്യൂസ് ആവുമെന്നാണ് ചോദിച്ചേക്കുന്നത്? എക്സ് ഈക്വൽ ടു 1ൽ. അപ്പൊ ഞാൻ ആദ്യം എഫ് ഓഫ് 1 അങ്ങ് കണ്ടുപിടിക്കാൻ പോവാം. എന്തുവരെ എഫ് ഓഫ് 1? 2 into 1 plus 3. 2 into 1 2 plus 3 equal to 5.
ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെ എടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 2x + 3. എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എക്സ് ഇറക്കുന്നിടത്ത് ഈ വാല്യൂ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? 2 × 1 + 3 = 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വന്നു? എഫ് ഓഫ് 1 എന്ന് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും കണ്ടുപിടിക്കണ്ട. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എക്സാമ്പിൾ 2 ആണ്. അതുകൊണ്ട് നോക്കാം. എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോളാം. എക്സാമ്പിൾ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണോ അത് നോക്കിയിട്ട് വായിച്ചെടുക്കുക. എക്സാമ്പിൾ 2 എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എക്സാമ്പിൾ വെദർ ദി ഫംഗ്ഷൻ എഫ് given by f of x equal to x² is continuous at x equal to 0. അപ്പോ f of x equal to x² x equal to 0 ൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? f of 0 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 0യുടെ സ്ക്വയർ 0. ഓക്കെ ആണല്ലോ. ഇനി ലിമിറ്റ് x ടെൻസ് ടു 0 f of x കണ്ടുപിടിക്കാം. എങ്ങനെ എടുക്കാം? ലിമിറ്റ് x ടെൻസ് ടു 0 x² ഈക്വൽ ടു എങ്ങനെയാ ചെയ്യുന്നത്? ലിമിറ്റ് മാറ്റണ്ടേ? x എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? 0. അപ്പൊ x ന്റെ വാല്യൂ എന്തെന്ന് കൊടുക്കുക? 0. അപ്പൊ 0² ഈക്വൽ ടു. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 0 എന്താണ്? കണ്ടിന്യൂസ് ആണ്. റീസൺ എന്താ? ലിമിറ്റ് x ടെൻസ് ടു 0 f of x ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു? f of 0 എന്ന് കിട്ടുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? എവിടെ കണ്ടിന്യൂസ് ആണ്? 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ കണ്ടീഷൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പോയിന്റ് 0 ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വരണം? എഫ് ഓഫ് 0 എന്ന് വരണം. ആ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിൽ അതിന്റെ ആവശ്യമില്ല. കാര്യം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ തന്നിരിക്കുക, ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുക. പക്ഷെ ഈ രണ്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് തരുമ്പോഴത്തേക്കാണ് ഏത് ഇഷ്യൂ വരുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കേണ്ട ഇഷ്യൂ വരുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഐഡിയ വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ 3 തന്നെ നോക്കാം. എന്താ എക്സാമ്പിൾ 3 പറഞ്ഞിരിക്കുന്നത്? ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ f given by f of x equal to mod x. x equal to 0. x ന്റെ വാല്യൂ 0 ആകുമ്പോൾ f of x equal to mod x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ എടുക്കാം. f of x equal to mod x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെ എടുക്കാം? പ്ലസ് എക്സും വരും, മൈനസ് എക്സും വരും. എപ്പോഴാ പ്ലസ് എക്സ് വരുന്നത്? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മൈനസ് വരും എപ്പോഴാ? എക്സ് ലെസ് ദാൻ 0. ഇപ്പൊ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എന്താണ്? മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ മോഡ് എക്സ് എന്താണ്? എക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം. എന്ത് വരും നോക്കാം. ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഞാൻ ഇവിടെ എന്താ എടുക്കുന്നത്? 0 മൈനസ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് എടുക്കുന്നത്. എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ലെഫ്റ്റ് സൈഡിലാകുമ്പോ, അതായത് 0യേക്കാൾ ചെറുതാകുന്നു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? ഇവിടുത്തെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0യേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ.
നെഗറ്റീവ് നമ്പർ വരാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ മൈനസ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരുന്നു, എഫ് ഓഫ് എക്സിന്റെ അടുത്ത് മൈനസ് എക്സ് കൊടുക്കുന്നു. ഇനി ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മൈനസ് 0 വാല്യൂ ഇല്ല അല്ലെ, മൈനസ് ഒരിക്കലും വരില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്ത് കിട്ടി 0. ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എടുക്കാം. എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. അപ്പൊ 0 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെ വരും 0. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണ് 0. ഇത് രണ്ട് 0 ആയ സ്ഥിതിക്ക് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. എന്ത് കിട്ടും 0. എഫ് ഓഫ് 0 എടുത്താൽ എന്ത് കിട്ടും, മോഡുലസ് 0 ഈക്വൽ ടു 0. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 0യിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണം, അത് എന്തിന് ഈക്വൽ ആവുകയും വേണം, എഫ് ഓഫ് സി. ഇവിടെ ആകുമ്പോൾ എഫ് ഓഫ് 0ക്ക് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ, ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാമ്പിൾ 4 ആണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. എക്സാമ്പിൾ 4 എന്താ തന്നേക്കുന്നേ, ഒന്ന് വായിച്ചു നോക്കി. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, ഒന്ന് വായിക്കുക. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗീവൺ ബൈ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗീവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിനും രണ്ട് പാർട്ടാണ്. ഒന്ന് എക്സ് ക്യൂബ് പ്ലസ് 3 എപ്പോഴാണ് എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, സോറി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് 1. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം അറ്റ് എക്സ് ഈക്വൽ ടു 0. ഈ ഒരു ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ 1. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു എന്തെന്നെടുക്കാം 1. ശരിയാണോ, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1. ഇത് ഒന്നാമത്തെ കേസ്. ഇനി ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണ്ട, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും വേണ്ട, ഒറ്റൊരെണ്ണം എടുത്താൽ മതി. എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിന്റെ വാല്യൂ എന്തിനോട് അടുക്കുന്നു, 0 ആയിട്ട് അടുക്കുന്നു. ഒരിക്കലും എന്ത് വരില്ല, 0 വരില്ല. അപ്പൊ 0 അല്ലാത്ത കേസ് ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ 0 അല്ലാത്ത കേസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആണ്, ശരിയല്ലേ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 വരും എപ്പോഴാ, എക്സ് ഈക്വൽ ടു 0 വരുമ്പോ. ഇനി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ക്യൂബ് പ്ലസ് 3 വരും എപ്പോഴാ, എക്സ് നോട്ട് ഈക്വൽ ടു 0 എക്സിന്റെ വാല്യൂ 0 അല്ലാത്ത കേസില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തേ വരത്തുള്ളൂ, എക്സ് ക്യൂബ് പ്ലസ് 3. നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോ എന്താ കണ്ടീഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0യിലോട്ട് അടുക്കുന്നതേ ഉള്ളൂ, എന്താവുന്നില്ല, 0 ആവുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റൂ, എക്സ് ക്യൂബ് പ്ലസ് 3. ഇനി എന്ത് ചെയ്യാം, എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 0 ക്യൂബ് പ്ലസ് 3 ഈക്വൽ ടു 3. ഇതിന് എന്ത് മനസ്സിലായി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പൊ നമ്മൾ എടുത്ത ലിമിറ്റ് എടുത്തു, അതുപോലെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തപ്പോ എങ്ങനെ കിട്ടുന്നില്ല, ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. എവിടെ കണ്ടിന്യൂസ് അല്ല, അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് ഈക്വൽ ടു 0യിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ഗ്രാഫ് ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കാൻ പറ്റില്ല. പേന എന്ത് ചെയ്യേണ്ടി വരും, ലിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്ത് വെക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ക്ലിയർ ആണോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആവാനുള്ള കേസസ് 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 4 ടൈപ്പ് ആണ്, 4 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ സെയിം മോഡലാണ്.
മൂന്നാമത്തത് വേറൊരു മോഡലാണ്, നാലാമത്തത് മറ്റൊരു മോഡലാണ്. ഈ 3 മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻഡയർ സെക്ഷൻ ആണ്. കണ്ടിന്യൂസ് എന്ന് മാത്രം പറയുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ദിസ്, എക്സ് ഈക്വൽ ടു എന്നൊക്കെ അല്ലേ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത് ഏതിലാണ്? കണ്ടിന്യൂസ്. അവിടെ കണ്ടീഷൻ പറയല്ലേ, എൻഡയർ സെക്ഷനിലും എന്ത് വരണം? കണ്ടിന്യൂസ് വരുന്ന കേസസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ. അതിലോട്ട് നമുക്ക് കടക്കണം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പോർഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഇത് ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് പഠിച്ച് നല്ല രീതിയിൽ ബേസ് കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി എടുത്താൽ പിന്നെ വലിയ പാട് വരില്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലസ് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്